രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും വിളിച്ചോതി കണ്ണൂരിലും വർണ്ണശബളമായ റിപ്പബ്ലിക് ദിനാഘോഷം. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. രാജ്യം നേരിടുന്ന എല്ലാ വെല്ലുവിളികളും ഒറ്റക്കെട്ടായി നേരിടാൻ നമുക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് കണ്ണൂരിലും റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ നടന്നത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും മതേതരത്വത്തിനും എതിരായ ഏത് നീക്കവും ഒറ്റക്കെട്ടായി ചെറുക്കണമെന്ന് മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികളുടെ മുമ്പിൽ ഞാൻ പ്രണമിക്കുകയാണ്. ലോകരാജ്യനായ മഹാത്മാഗാന്ധിജി സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി സമാധാനത്തിന്റെ മാർഗത്തിലൂടെ അഹിംസാത്മകമായ സമരം നടത്തി ബ്രിട്ടീഷ് മേധാവിത്വത്തിന്റെ സിംഹാസനത്തെ എടുത്ത് വെടിച്ചെറിഞ്ഞ് ആ മഹാത്മാവിന്റെ നേതൃത്വത്തിലുള്ള ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരം. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കരസ്ഥമാക്കാൻ കഴിയുന്നത്. ആ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ. സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി സ്വീകരിച്ച പരമാധികാരം, മതേതരത്വം എല്ലാം പരിപാലിക്കപ്പെട്ടേ പറ്റും. വിവിധ സേനാവിഭാഗങ്ങളുടെ പരേഡിൽ മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് എന്നീ വിഭാഗങ്ങളിലായി 24 പ്ലറ്റൂണുകളാണ് പരേഡിൽ അണിനിരന്നത്. DSC സെന്റർ, ആർമി സ്കൂൾ, സെന്റ് തെരേസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ, കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ ബാങ്ക് സെറ്റ് അകമ്പടി താളമൊരുക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.